ജയ്പൂരിലെ മറ്റൊരു ആകർഷകമായ സ്ഥലം എന്ന് പറയാൻ പറ്റുന്നത് ആൽബർട്ട് മ്യൂസിയം. ജയ്പൂരിന്റെ ടൗണിൽ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആൽബർട്ട് ഹാൾ മ്യൂസിയം എന്നാണ് അത് അറിയപ്പെടുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സാംസ്കാരികമായി അതുപോലെ അതിൻ്റെ പ്രാധാന്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഏകദേശം 1876 പ്രിൻസ് ഓഫ് വെയിൽസ് ആൽബർട്ട് എഡ്വേർഡ് ജയ്പൂർ സന്ദർശിച്ചു. അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് 1887 അത് നിർമ്മിക്കുകയും പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്തു. വാസ്തുവിദ്യ നോക്കുമ്പോൾ ഒരു ഇന്ത്യൻ കൾച്ചർ ഉണ്ടായില്, അതുപോലെ തന്നെ ഇസ്ലാമിക് ആയിട്ടുള്ള കുറേ കുപ്പകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. യൂറോപ്യൻ ശൈലിയുടെ ഒരു സമ്മിശ്രം കൂടി എല്ലാം കൂടിയിട്ടുള്ള ഒരു നിർമ്മാണ വിദ്യയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇന്തോ സാരസനിക് വാസ്തുശില്പം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ബ്രിട്ടീഷ് എഞ്ചിനീയർ സാമുവൽ സിംസൺ ജേക്കബാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള നല്ല കാഴ്ചക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു രൂപം തന്നെയാണ് ഈ ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിനുള്ളത്. നല്ല കൊത്തുപണികളും കമാനങ്ങളും ഗോപുരങ്ങളും ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക രാത്രി നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ രാത്രി അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞങ്ങൾക്ക് രാവിലെ പകലാണ് എത്താൻ സാധിച്ചത്. കാരണം ജയ്പൂര് നമുക്ക് കാണാനുള്ളതിൽ ആദ്യത്തെ സ്ഥലം എന്നുള്ള തിരക്കൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മൾ തിരഞ്ഞെടുത്തത് ഈ ആൽബർട്ട് ഹാൾ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ധാരാളം പുരാതനമായ ശില്പങ്ങൾ, ചിത്രങ്ങൾ, അതുപോലെ തന്നെ ജീവജാലങ്ങളുടെ സ്റ്റെപ്പ് ചെയ്ത രൂപങ്ങൾ, ആയുധങ്ങളുടെ ഒരു കലവറത നമുക്ക് കാണാൻ കഴിയും. പുരാതനമായി ഉപയോഗിച്ചിരുന്ന രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന വിവിധ തരത്തിലുള്ള ആയുധങ്ങളും അതുപോലുള്ള സംഭവങ്ങൾ, പിന്നെ ആനക്കൊമ്പിലൊക്കെ തീർത്തിട്ടുള്ള വിവിധ ശില്പങ്ങൾ, ലോഹത്തിൽ തീർത്തിട്ടുള്ള ശില്പങ്ങൾ, പ്രാചീനമായ നാണയങ്ങളുടെ ശേഖരങ്ങൾ, അങ്ങനെ വിവിധ വസ്തുക്കൾ നമുക്ക് ഈജിപ്ഷ്യൻ മമ്മി വരെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാർക്കൊക്കെ കിട്ടിയിട്ടുള്ള സമ്മാനങ്ങൾ, അങ്ങനെ അതുപോലെയുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് വളരെ ചരിത്രകാരന്മാർക്ക് അതുപോലെ ആർക്കിയോളജിയൊക്കെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന, അവർ ഗവേഷണത്തിനൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിലുള്ള ഒരു മ്യൂസിയം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജാക്കന്മാരുടെ വസ്ത്രങ്ങൾ, അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, അതുപോലെ തന്നെ പഴയകാലം മുതലേയുള്ള സംഗീത ഉപകരണങ്ങൾ, അങ്ങനെ പല രൂപത്തിലുള്ള കളക്ഷൻസ്, ഒരു വലിയൊരു കളക്ഷൻസ് തന്നെ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു മ്യൂസിയം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന അത്രയും വലിയൊരു മ്യൂസിയമാണ് ഈ ആൽബർട്ട് ഹാൾ മ്യൂസിയം എന്ന് പറയുന്ന സ്ഥലം. അതായത് നല്ല ഒരു കാഴ്ചയായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിന് വളരെ ആനന്ദകരമായ, ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു കാഴ്ചയായിട്ടാണ് അത് തോന്നിയിട്ടുള്ളത്.
रना रना रनु रे नजरिया लागे नहीं कहीं ओ नजरिया लागे नहीं कहीं नजरिया लागे नहीं कहीं ओ नजरिया लागे नहीं कहीं नजरिया लागे कहीं लागे नहीं कहीं लागे नहीं कहीं ओ ജയ്പൂർ നഗരത്തിന്റെ സ്ഥാപകന് മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമനാണ്. അദ്ദേഹം ഈ 1729 നിർമ്മിച്ച വളരെ സുന്ദരമായ ഒരു കൊട്ടാരമാണ് സിറ്റി പാലസ്. ഹവാമഹൽ, അതുപോലെ നമ്മളിനി കാണാൻ പോകുന്ന ജന്തർ മന്ദർ, അതിൻ്റെയൊക്കെ സമീപത്തായിട്ട് തൊട്ട് ചാരിയാണ് ഈ കൊട്ടാരവും നിലനിൽക്കുന്നത്. അത് കൊട്ടാരം ഒരു മുഗൾ അതുപോലെ തന്നെ രജപുത്ര യൂറോപ്യൻ ശൈലിയിലൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇതുണ്ട്. ജയ്പൂരിൻ്റെ ഒരു പഴമ കംപ്ലീറ്റ് ആ രൂപത്തിൽ യുനെസ്കോ അതിൻ്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ആൽബർട്ട് ഹാൾ മ്യൂസിയം പറഞ്ഞതുപോലെ തന്നെ ജന്തർ മന്ദറും അതുപോലെ ഈ പാലസും ഇതൊക്കെ ആ ഒരു യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള ചുവന്ന, പിങ്ക്,
സ്റ്റോണുകളും അതുപോലെ മാർബിളും ഒക്കെ മിക്സഡ് ആയിട്ടാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ബംഗാളി വാസ്തുശില്പിയായിട്ടുള്ള വിദ്യാധർ ഭട്ടാചാര്യ ഇപ്പോൾ ജയ്പൂർ നഗരത്തിൻ്റെ തന്നെ അതിൻ്റെ ആ ഒരു നിർമ്മിതിയിലെ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ഒരു ശില്പിയാണ് വിദ്യാധർ ഭട്ടാചാര്യ. അദ്ദേഹത്തിൻ്റെ സ്വാധീനം നമുക്ക് ഇതിലൊക്കെ കാണാൻ കഴിയും. സങ്കീർണമായ കൊത്തുപണികളും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുകളാണ് അതിൻ്റെ രസകരമായ വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്ലാസുകൾ ഉപയോഗിച്ചിട്ടുള്ള റൂമുകൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ ശില്പങ്ങളുണ്ട്. പിന്നെ ഇതിനോരോത്തിനോരോ ഭാഗങ്ങൾക്ക് പ്രത്യേകം പേരുകൾ നൽകിയിട്ടുണ്ട്. ചന്ദ്രമഹൽ, മുബാറക് മഹൽ, അതുപോലെ ദിവാനി ഖാസ്, ദിവാനി ആം, അങ്ങനെ പല പേരുകളുണ്ട്. അതുപോലെ തന്നെ ഗേറ്റുകൾക്കും പീക്കോക്ക് ഗേറ്റ് പോലുള്ള അലങ്കൃതമായ ഗേറ്റുകളുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് ഒരു മ്യൂസിയം തന്നെയാണ്. ഈ രാജകുടുംബം ഇപ്പോൾ ആ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് അത് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. രാജകുടുംബത്തിൻ്റെ ബാക്കി ആളുകൾ ഇപ്പോൾ അവശേഷിക്കുന്ന പിൻഗാമികൾ. അപ്പോൾ ഈ ഒരു സിറ്റി പാലസ് മ്യൂസിയം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിലൊക്കെ കണ്ടതുപോലെ തന്നെ പ്രത്യേകിച്ച് അവിടെ ഉള്ളത് രാജകുടുംബത്തിൻ്റെ ചരിത്ര വസ്തുതകളൊക്കെയാണ് അവിടെ കാര്യമായിട്ടുള്ളത്. അവരുടെ ആഭരണങ്ങൾ, അതുപോലെ ആയുധങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധപ്പെടാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് സിൽവർ ജാർസാണ്. ഒരു ഏറ്റവും വലിയ വെള്ളി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഏകദേശം 340 ലിറ്ററോളം ശേഷിയുള്ള സിൽവർ ജാറുകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ഒരു കൊട്ടാരത്തിലെ ഒരു മുഖ്യ ആകർഷണം നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിൻ്റെ പ്രാധാന്യം ഒക്കെ പറയുമ്പോൾ അതിൻ്റെ ചരിത്രം, രാജകുടുംബത്തിൻ്റെ ചരിത്രം, അതുപോലെ സംഭവങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ഇപ്പോൾ നമ്മളതിലെ ആ ഒരു കൊട്ടിയാടിലൂടെ നമ്മളങ്ങനെ നടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു കൊട്ടാരം, രാജപുത്രന്മാരുടെ ജീവിതവും അവരുടെ ആ ചരിത്രവും ആ സംഗതികളൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും ആ ഒരു സന്ദർഭത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ഏകദേശം ഒരു എല്ലാവരും അടക്കം ഒരു 30-40 ഇടയിലുള്ള ആളുകൾ ഞങ്ങളുണ്ട്. എല്ലാവരും കൂടി ആ രാജകൊട്ടാരത്തിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ പഴയ രാജപുത്രന്മാരുടെ ചരിത്രത്തിൻ്റെ ഓരോ ചവിട്ട് അടികളും നമുക്ക് അവരുടെ നിശ്വാസങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു കൊട്ടാരമാണ്. അത് അതിൻ്റെ എല്ലാ പ്രൗഢിയോടും ഭംഗിയോടും കൂടി ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് തോന്നിയിട്ടുള്ളത്. Season is spring season, Basant. The Maharaja are sitting there and Maharani is sitting there. They are celebrating the dance. Semicircular. Maharaja is there. Maharaja. Actually, I have celebrated. നമ്മളിപ്പോൾ ജസ്റ്റ് സന്ദർശിച്ച സിറ്റി പാലസിനോട് ചേർന്നിട്ടാണ് ജയ്പൂർ ഭരണാധികാരിയായിരുന്ന സവായ് ജയ് സിംഗ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഏകദേശം 18-ാം നൂറ്റാണ്ടിൽ ഈ ജന്തർ മന്ദർ എന്ന് പറയുന്നത് സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഇന്ത്യയിൽ ഏകദേശം 5 ജന്തർ മന്ദർ നിരീക്ഷണാലയങ്ങളുണ്ട്. അതിലേറ്റവും വലുതും അതുപോലെ സംരക്ഷിതമായിട്ടുള്ളത് ഇപ്പോൾ 2010 യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് നമ്മുടെ ഈ ജന്തർ മന്ദർ, ജയ്പൂരിലുള്ള ജന്തർ മന്ദർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷണാലയം എന്നുള്ള നിലക്കാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്കൃതത്തിലെ യന്ത്ര എന്ന് പറയുമ്പോൾ ഉപകരണം, അതുപോലെ തന്നെ മന്ത്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ സൂത്രം, ഫോർമുല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ജന്തർ മന്ദർ എന്നുള്ള പേര് യഥാർത്ഥത്തിൽ ഒരു വിവിധ കണക്കുകൂട്ടലുകൾക്ക് നടത്താൻ പറ്റുന്ന ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടലുകൾ വളരെ എളുപ്പത്തിൽ ഒരു യാന്ത്രിക സംവിധാനത്തിലൂടെ
കണ്ടെത്താൻ സാധിക്കുന്ന കുറേ നിർമ്മിതികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രം, പ്രത്യേകിച്ച് ഭാരതീയ ജ്യോതിശാസ്ത്രം അത്രമാത്രം അതിൻ്റെ വികസിത പാതയിലായിരുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് ദർശിക്കാൻ സാധിക്കുന്ന ഓരോ യന്ത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. പല യന്ത്രങ്ങൾക്കും അതിൻ്റെതായ പേരുകളുണ്ട്. ഇപ്പോൾ സമ്രാട്ടി യന്ത്രം എന്ന് പറയുന്നൊരു യന്ത്രമുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും വലിയ കലണ്ടറാണ്. ഒരു സൂര്യഘടികാരമാണ്. അതൊരു കലണ്ടറായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം ഒരു 27 മീറ്ററോളം ഉയരമുണ്ട്. അത് 2 സെക്കൻഡിൻ്റെ കൃത്യത സമയത്ത് കാണിക്കുന്നതിൽ 2 സെക്കൻഡിൻ്റെ ചെറിയ വ്യത്യാസം മാത്രമേ അതിൽ വരുന്നുള്ളൂ. അത്രയും കൃത്യമായിട്ട് സമയം കാണിക്കാൻ പറ്റുന്ന, ലോകത്തിൻ്റെ മൊത്തം സമയം കാണിക്കാൻ പറ്റുന്ന സമ്രാട്ടി യന്ത്രമുണ്ട്. ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനം നടത്തുന്ന ആളുകൾക്ക് എത്രയോ അധികം ഇതിനെക്കുറിച്ചൊക്കെ മണിക്കൂറുകളോളം വിശദീകരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ജയപ്രകാശ് യന്ത്രം, സൂര്യൻ്റെ സ്ഥാനമനുസരിച്ച് സമയം രാശികളൊക്കെ നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെയുള്ള സൂര്യൻ്റെ ആ ഒരു ഗതിവിഗതികളുണ്ടല്ലോ, അത് കണക്ക് കൂട്ടാനുള്ള യന്ത്രമായിട്ടാണ് ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് രാമയന്ത്രമുണ്ട്. ഗ്രഹങ്ങളുടെ ഭ്രമണപഥം, സ്ഥാനം ഒക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഇത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നത് അവരുടെ ജ്യോതിഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഒരു രാജ്യം അവരുടെ ഓരോ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ സമയം ഒക്കെ ഉണ്ടല്ലോ, നല്ല സമയം, ചീത്ത സമയം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ചില വിശ്വാസങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ യന്ത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. എങ്കിലും അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രീയമായ ആ ഒരു കണ്ണുവെച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ സൂക്ഷ്മമായ കൃത്യതയുള്ള അളവുകളാണ് നമുക്കതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒക്കെ അങ്ങനെ തന്നെ. ഗ്രഹങ്ങളുടെ സ്ഥാനം, ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് രാജാക്കന്മാരാരെങ്കിലും ജനിക്കുമ്പോൾ അവരുടെ ജാതകം, ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ ദിശകൾ തിരിച്ചറിയാൻ വേണ്ടി ദിഗംശയന്ത്രം, അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉപകരണങ്ങളൊക്കെ മണൽക്കല്ലും അതുപോലെ തന്നെ ലോഹങ്ങളുടെ സങ്കരങ്ങൾ, അതൊക്കെ ചേർത്തിട്ടാണ് ഓരോ ഉപകരണങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഗോളശാസ്ത്ര രംഗത്ത് ഏറ്റവും പുരോഗതിയിലുണ്ടായിരുന്നത് യൂറോപ്യന്മാരൊന്നല്ല. അതിൽ ഒന്ന് അറബികൾ വളരെയധികം മുന്നേറിയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കാരാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അവരുടെയൊക്കെ കണ്ടെത്തലുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. പാശ്ചാത്യ ജ്യോതിശാസ്ത്രം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് വളർന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ഇത് പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്രമൊക്കെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ ചരിത്രപരമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒക്കെ വളരെ പ്രാധാന്യപൂർവ്വം മണിക്കൂറുകളോളം പഠനം നടത്താൻ പറ്റുന്ന യന്ത്രങ്ങളാണ് ഓരോന്നും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള ഗൈഡുകൾ കിട്ടും. അപ്പോൾ അവരുടെ വിവരണത്തിൽ നിന്ന് കുറേ സംഗതികളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, ഏകദേശം ഗൈഡുകളൊക്കെ ഒന്ന് നോക്കിയതിൻ്റെ ശേഷം അതിൽ ഏറ്റവും നന്നായി വിവരിച്ചു കൊടുക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ സഹായം തേടുന്നതാണ് ഏറ്റവും നല്ലത്. പലപ്പോഴും ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഗൈഡൊന്നും കാര്യങ്ങളൊന്നും വിശദീകരിച്ച് തരുന്നതിൽ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ ഈ ഓരോ ഇതിനെക്കുറിച്ചുമുള്ളൊരു ആദ്യം തന്നെ ഒരു ധാരണ വരുത്തുകയും അതിനെ കണ്ട് അത് ഓരോന്നും പഠനം നടത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ ഭാരതം എത്രമാത്രം ശാസ്ത്ര രംഗത്ത് പുരോഗതിയിലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടി നമുക്കിത് സഹായകരമായിരിക്കും.